x plus 1 by x is equal to 5. x square plus 1 by x square എത്ര? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയാം? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ വേഗം പോവാൻ നമുക്ക്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ വേഗം കഴിയും. 25 അല്ല. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇവിടെയുള്ള 5നെ നിങ്ങൾ സ്ക്വയർ ചെയ്തിട്ട് ആ 5ൽ നിന്ന് 2 അങ്ങോട്ടേക്ക് മൈനസ് ചെയ്ത് കളയുക, 2 കുറയ്ക്കുക. അപ്പൊ ഉത്തരം 23 ആവും. ഇനി നേരെ തിരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 23 തരികയും എക്സ് പ്ലസ് 1 ബൈ എക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 23ന്റെ കൂടെ 2 കൂട്ടുക. ആ കൂട്ടിയാൽ കിട്ടുന്ന 25ന്റെ സ്ക്വയർ റൂട്ടായ 5 ഇവിടെ എഴുതിയാൽ മതി. മനസ്സിലായോ? ഇനി ഇവിടെ നേരെ തിരിച്ച് രണ്ടും ഒരുപോലെ വരുന്ന നോക്കിക്കോളൂ. എക്സ് പ്ലസ് 1 ബൈ എക്സ് ഈസ് ഈക്വൽ ടു 2. എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ 2നെ സ്ക്വയർ ചെയ്യുക, 4 കിട്ടും. ആ 4ൽ നിന്ന് 2 അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ 2നെ എടുത്ത് ഇനി നിങ്ങളോട് ചോദിക്കുന്നു എക്സ് പ്ലസ് 1 ബൈ എക്സ് ഈസ് ഈക്വൽ ടു 3. നിങ്ങൾ പറയൂ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എത്രയാണ്? 7. എങ്ങനെയാ കിട്ടുന്നത്? 3നെ സ്ക്വയർ ചെയ്തിട്ട് കിട്ടുന്ന 9ൽ നിന്ന് 2 കുറയ്ക്കുന്നു, 7 കിട്ടുന്നു. ഇനി തിരിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ 7ന്റെ കൂടെ 2 കൂട്ടുക, സ്ക്വയർ റൂട്ട് കാണും. ഇതാണ് അതിന്റെ എളുപ്പമാർഗം. ഇത് കിട്ടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇനി അഥവാ USSന്റെ ക്വസ്റ്റ്യന് ഒന്ന് കട്ടിക്കൂട്ടണം എന്ന് എനിക്ക് തോന്നിയാൽ അവര് ചിലപ്പോൾ ഈ ചോദ്യം ചോദിച്ചുകൂടാവുന്നില്ല. ആ ചോദ്യം എങ്ങനെയാണ് ഇവിടെ -2 ആകുന്നത് എന്നത് ഇതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താൽ കിട്ടും. എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഇത് 5ഉം സ്ക്വയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് 2 കുറയ്ക്കുന്നതിലേക്ക് പോകുന്നത്. മനസ്സിലാകുമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അത് വെച്ചിട്ടാണ് ഇവിടെ കിട്ടുന്ന 2 അങ്ങോട്ട് പോകുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണ്ട 8ാം ക്ലാസ്സിൽ അങ്ങോട്ടുള്ള കുട്ടികൾക്ക് അത് വേണ്ടു. തൽക്കാലം ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എത്രയെന്ന് ചോദിച്ചാൽ ഈ 5നെ സ്ക്വയർ ചെയ്തിട്ട് 2 അങ്ങ് മൈനസ് ചെയ്യുക. ആ 2 ആണ് ഇവിടെയുള്ള ഈ 2 എന്ന് തിരിച്ചറിയുക. മനസ്സിലായോ? ദേവനന്ദ, ഇന്ന് എത്ര കുട്ടികളുണ്ട്? 223 കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഇനി മുതൽ, കാരണം ഫെബ്രുവരി 28ലേക്ക് ഇനി നിങ്ങൾക്കറിയാൻ കുറഞ്ഞ ദിവസമേ ഉള്ളൂ, നല്ലോണം പഠിക്കാനുണ്ട്. ഇവിടെ തന്നെ നമ്മൾ കുറേ ടോപ്പിക് എടുക്കാനുണ്ട്. നമുക്ക് ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ് മേസുള്ള ഭാഗം എടുക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെയാണോ വിട്ടുപോയത് അതൊക്കെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സിൽ ഈ രാവിലെ തന്നെ കയറുക, പഠിക്കുക. ഹിമായത്ത് സ്കൂളിലെ കുട്ടികൾ ഇന്ന് ഇതിലുണ്ടോ? ഉണ്ട്.
ശരി. അപ്പം നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് എല്ലാവരും നിങ്ങൾ ക്ലാസ്സിൽ ഹാജരാണെന്നുള്ള വിവരം അവരെ അറിയിക്കണം. അപ്പോൾ എത്ര കുട്ടികൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തു എന്ന് അറിയട്ടെ. അത് ടീച്ചേഴ്സിന് അറിയുന്നത് നല്ലതാണ്. അടുത്ത എൻ്റെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം തരുന്നതിന് മുമ്പ് ഞാൻ ഓപ്ഷനാണ് തരുന്നത്. 3600 ഓപ്ഷനിലുണ്ട്, 900 900 ഓപ്ഷനിലുണ്ട്, 1400 ഓപ്ഷനിലുണ്ട്, അതുപോലെ 600 ഓപ്ഷനിലുണ്ട്. ഹിമായത്ത് സ്കൂളിലെ കുട്ടികളോടാണ് എൻ്റെ ചോദ്യം. ഇതാണ് ഓപ്ഷനിലുള്ളത്. എൻ്റെ ചോദ്യം എന്താവാം? ഹിമായത്ത് സ്കൂളിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് മുന്നോട്ട് വരാം, എന്നിട്ട് പറയൂ എൻ്റെ ചോദ്യം എന്തായിരിക്കും. ശരി, ഞാൻ നേരെ പ്രൊവിഡൻസിലേക്ക് പോവുകയാണ്. പ്രൊവിഡൻസിലെ കുട്ടികൾ പറയൂ എൻ്റെ ചോദ്യം എന്താവും. ഒന്നും മിണ്ടുന്നില്ല, എല്ലാത്തിനെയും ഞാൻ ഔട്ടാക്കും ഇപ്പോൾ. ശരി, സെന്റ് ജോസഫ് ബോയ്സിനോടാണ് ചോദ്യം. ഇത് വെച്ചിട്ട് എൻ്റെ ചോദ്യം എന്താവാം? അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇതിലേതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ചോദിക്കാൻ ഇവിടെ 2 ഓപ്ഷൻ കൊടുക്കില്ല ഒരിക്കലും. കാരണം ഇവിടെ 2 ഓപ്ഷൻ 3600 പെർഫെക്റ്റ് 6ന്റെ 60ന്റെ സ്ക്വയർ ആണ്. 6 36 60ന്റെ സ്ക്വയർ ആണ്. ഈ 900 ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ്? ഓ, 30ന്റെ സ്ക്വയർ ആണ്. യെസ്, 30ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 2 സ്ക്വയർ നമ്പർ കൊടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ചോദിക്കില്ല. എന്റെ ചോദ്യം എന്താവാം? ആർക്ക് പറയാം? ആർക്ക് പറയാം എന്റെ ചോദ്യം എന്താവൻ? എങ്ങനെ? ശരി, എന്റെ ചോദ്യം എന്താവും എന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ എഴുതാൻ പോവുകയാണ്. അതിന്റെ ആൻസർ ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ? അങ്ങനെയാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ദേവനന്ദ കേൾക്കാമോ? ഞാൻ എല്ലാവരുടെയും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ബഹളം വെച്ചാൽ നടക്കില്ല, ആവശ്യത്തിന് വേണ്ടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും മൈക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദേവനന്ദ മറുപടി പറയണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ? ലീസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ? ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, ചോദ്യമായിട്ടില്ല, ചോദ്യം കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത എന്താണ്? മൈക്ക് മ്യൂട്ട് ചെയ്യൂ എല്ലാവരും. മൈക്ക് മ്യൂട്ട് ചെയ്യാത്തത് ആരാണെന്ന് നോക്കൂ. ദേവനന്ദ, ആ കുട്ടിയെ ഞാൻ ഔട്ടാക്കട്ടെ. ഞാൻ റിമൂവ് ചെയ്യാണ് ആ കുട്ടിയെ. ആ കുട്ടിയെ റിമൂവ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ? അച്ചോദ്യം ചോദിക്കില്ല. കാരണം ഇത് രണ്ടും ചെറുത് 900 ആണെന്ന് കുട്ടികൾക്ക് അറിയാലോ. പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഈസ് എക്സാക്ട്ലി അങ്ങനെയാണ് വരുന്നത്. ഡിവിസിബിൾ ബൈ, ഡിവിസിബിൾ ബൈ 3, 4, 5, 6. അതാണ് ചോദ്യം. മലയാളം എഴുതി വെച്ചോളൂ. 3, 4, 5, 6 എന്നിവ കൊണ്ട് ഉണ്ടാവും. മലയാളം തിരിച്ച് അങ്ങോട്ട് വായിക്കാം, ഇംഗ്ലീഷ് ഇങ്ങോട്ടും വായിക്കാം.
3, 4, 5, 6 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഈ കാണുന്നതിൽ ആരാണ്? അതാ ചോദ്യം. പക്ഷെ നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ കിട്ടി എന്ന് പറഞ്ഞു തരേണ്ടി വരും. പറഞ്ഞു തരുന്നൊരു കുട്ടി പേരും ടൈപ്പ് ചെയ്യേണ്ടി വരും. 3, 4, 5, 6 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഇത് മറുപടി പറയാൻ പറ്റുന്ന ഒരു കുട്ടി പേരെന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ ആ കുട്ടിയെ ഓൺ ചെയ്തു തരാം. ഈ ചോദ്യം സാധാരണ വരാൻ സാധ്യതയുള്ളതാണ്. ഈ ചോദ്യത്തിന് ആൻസർ നമുക്ക് കണ്ടെത്താം. ഈ ഓപ്ഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ആൻസർ. അപ്പൊ എങ്ങനെയാണ് കണ്ടെത്തുക? ഈ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എന്നും പറഞ്ഞിട്ട് ഒരു ചോദ്യം വരികയോ അല്ലെങ്കിൽ റിമൈൻഡർ കിട്ടുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരികയോ ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് LCMനെ പറ്റിയാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിലേക്ക് പോകേണ്ടി വരും. 3, 4, 5, 6 എന്നിവയുടെ LCM കണ്ടെത്തണം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടെത്തണം. 6ന്റെയും 8ന്റെയും LCM എത്രയെന്ന് ചോദിച്ചാൽ 1, 6, 2, 6, 12, 3, 18, 4, 24, 5, 30 അങ്ങനെ പോയി. 1, 8, 2, 16, 3, 24, 4, 32 അങ്ങനെ പോയി. ഇത് കുറെ മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് 48 ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറുത് ലീസ്റ്റ് 24 അപ്പോൾ നമ്മൾ പറയുന്നു 6ന്റെയും 8ന്റെയും LCM 24 ആണെന്ന്. LCM കാണുന്ന കണക്ക് വരാറുണ്ട്. അത് LCM നേരിട്ടല്ലേ ചോദിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളായി. അപ്പൊ 24 ആണ് ഇവിടുത്തെ LCM. ഇത് ഇങ്ങനെ ചെയ്യാതെ തന്നെയാണ് നിങ്ങൾ പഠിച്ചത്. എങ്ങനെ? 6നെയും 8നെയും നിങ്ങൾ ഒരു കൂട്ടിനകത്ത് എഴുതിയിട്ട് അതിനെ പുറത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുന്നു. 2 മടങ്ങുന്ന ഒരു സംഖ്യ എടുത്തു 2, 6 3 ആയി, 8 4 ആയി. വീണ്ടും നമുക്ക് ഈ 4നെ ഒന്ന് ചെറുതാക്കണം. 2 കൊണ്ട് 3 അങ്ങനെ തന്നെ ഇറക്കിയിട്ടു. 2 2 4 2 2 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല, വേണം ചെയ്യാം. 2 കൊണ്ട് ചെയ്തു, 3 കിട്ടി, 1 കിട്ടി. വീണ്ടും 3 കൊണ്ട് ചെയ്തു, 1 കിട്ടി, 1 കിട്ടി. ഈ 1 കിട്ടുന്നത് വരെയാണ് LCM ചെയ്ത് പഠിക്കേണ്ടത്. ഇപ്പൊ 2 × 2 × 2 8, 8 × 3 24 ആണ്. അത് അതിന്റെ കാര്യം. ഇനി ഇവയുടെ LCMോ അതെങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഈവൻ നമ്പേഴ്സ് ഉള്ളത് 4ഉം 6ഉമാണ്. നമുക്ക് 2 കൊണ്ട് ആദ്യം ചുരുക്കാം. 2 കൊണ്ട് ചുരുക്കിയിട്ട് ഇതെല്ലാം ഒന്നാക്കാൻ നോക്കാം. 3 ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. 4ൽ 2 2 പ്രാവശ്യം, 5 അങ്ങനെ തന്നെ ഇറക്കിയിട്ട് 6ൽ 3 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട്, 2ന്റെ ഇടങ്ങാറ് തീരട്ടെ. 2 കൊണ്ട് ചെയ്തു, 3 ഇവിടെ എഴുതി. 2 2ൽ 1 പ്രാവശ്യം, 5 3. 2ന്റെ കാര്യം ഒഴിവായി. ഇനി 3 കൊണ്ട് ചെയ്തു നോക്കാം. 3 3ൽ 1 പ്രാവശ്യം, 1 ഇവിടെ എഴുതി, 5 ഇവിടെ എഴുതി. 3 3ൽ 1 പ്രാവശ്യം. വീണ്ടും 5 കൊണ്ട് ചെയ്തു, 1 1 1 1 എല്ലാം ഒന്നായി. ഇനി ഇവിടെ LCM ഇവ തമ്മിൽ ഗുണിച്ചാൽ മതി. 2 × 2 × 3 × 5 3 5 15 2 30 60 ഇതിന്റെ LCM. ചില കുട്ടികൾ ഇത് ചെയ്തു നോക്കാതെ തന്നെ പറയും, കാരണം 60 ആണെന്ന്. അത് ആ കുട്ടികൾക്ക് സംഖ്യ കണ്ടാൽ തന്നെ വ്യക്തമാകും. ഇല്ല, ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക. 60 കിട്ടി. ഈ 60 കിട്ടിയതിന് ശേഷം നിങ്ങളോട് ചോദിക്കുന്നത് 3 4 5 6 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതെന്ന് വെച്ചാൽ അത് 60 ആണ്. പക്ഷെ ഹരിക്കാൻ കഴിയുന്ന പൂർണ്ണവർഗം ഏത് എന്നുള്ള ഓപ്ഷനിൽ നേരത്തെ ഓർമ്മ ഉണ്ടാവും. 900 ഉണ്ടായിരുന്നു, 3600 ഉണ്ടായിരുന്നു. ദേവനന്ദ, പിന്നെ ഏതൊക്കെയാണ് ഉണ്ടായിരുന്നത്? പിന്നെ എത്ര?
ഒരു കുട്ടിക്ക് ഇത് കണ്ടാൽ അറിയണം ഇതിൽ 2 ഓപ്ഷൻ തെറ്റാണ്. 600 പൂർണ്ണവർഗമല്ല, വെട്ടിക്കളിയും. 1400 പൂർണ്ണവർഗമല്ല, അതും പോട്ടെ. ഇവയിൽ ഏതാണ്? ഇത് 3600 900 ഏതാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങളത് ഗസ് ചെയ്ത് പറഞ്ഞാൽ പോരാ, കണ്ടുപിടിക്കേണ്ട വിദ്യ നോക്കിക്കോളൂ. ഈ 60 കിട്ടിയതിന് ശേഷം 60നെ ഇവിടെ എഴുതുക, ഇൻറ്റു എന്ന് എഴുതുക. നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത സംഖ്യകൾ 2 2 3 5 ആണ്. ആ 2 2 3 5 ജോഡികളായ 2നെയും നിങ്ങൾക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. പിന്നെ ബാലൻസ് വരുന്നത് 3 × 5 ആണ്. 3 × 5 എത്രയാണ് ദേവനന്ദ? 15. 15നെ 60 കൊണ്ട് ഗുണിച്ചാൽ മതി, ഉത്തരം കിട്ടും. 15നെ 60 കൊണ്ട് മനസ്സിന് ഗുണിക്കുക. 60ന്റെ പകുതിയായ 30 എടുക്കുക. 15ന്റെ ഇരട്ടിയായ 30 എടുക്കുക. 60നെ 15 കൊണ്ട് ഗുണിക്കുന്നതും 30നെ 30 കൊണ്ട് ഗുണിക്കുന്നതും കണക്കാണ് ദേവനന്ദ. അത് എത്രയാണ് ദേവനന്ദ? 900. 900 ഓപ്ഷൻ ഉണ്ടോ ദേവനന്ദ? ഇത്രയും എഴുതിയാൽ ഉത്തരമായോ ദേവനന്ദ? അടിയിൽ 2 ഭാരമാണ്. കഴിയും. ഇനി മോളിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന പൂർണ്ണവർഗ സംഖ്യ ഏതാണെന്നാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 3, 4, 5, 6 എന്നീ സംഖ്യകളുടെ LCM കാണണം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ആദ്യം 2 കൊണ്ട് ചെയ്യുമ്പോൾ 3 നമുക്ക് താഴത്തോട്ട് ഇട്ടിടാം, അത് റൂട്ട് നമ്പർ ആയതുകൊണ്ട്. 4ൽ 2 പ്രാവശ്യം പോകും 2, പിന്നെ 5, പിന്നെ 6 3 പ്രാവശ്യം 3. അതിനുശേഷം നമുക്ക് വീണ്ടും 2 കൊണ്ട് ചെയ്യാം. അപ്പൊ 3 1 5 3 നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ 3 ഉള്ളത് കൊണ്ട് 3 കൊണ്ട് ചെയ്യാം. അപ്പം 1 1 5 1 നമുക്ക് കിട്ടുക. പിന്നെ 5 ഉള്ളത് കൊണ്ട് 5 കൊണ്ട് ചെയ്യാം. 1 1 1 നമുക്ക് കിട്ടും. ഇതിനുശേഷം നമ്മള് 2 × 3 × 5 ചെയ്ത് നോക്കണം. നമുക്ക് 60 കിട്ടുക. ഇനി 60 നമുക്ക് ജോഡികളായ 2നെ ക്യാൻസൽ ചെയ്തിട്ട് 3 ബാക്കിയുള്ള 3 5 തമ്മിൽ ഗുണിക്കണം. 3 × 5 15. ഇതിനുശേഷം 60ന്റെ കൂടെ ഈ 15 ഗുണിക്കണം. 60നോട് 15 ഗുണിക്കുന്നതിന് തുല്യമാണ് 30നോട് 30 ഗുണിക്കുന്നത്. അപ്പൊ നമുക്ക് 900 കിട്ടും. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് അവതരിപ്പിച്ചു. ദേവനന്ദക്ക് എല്ലാവരും ലൈക്ക് കൊടുത്തോളൂ. ദേവനന്ദ ലൈക്ക് കിട്ടുന്നുണ്ടോ? ഓ, നമ്മുടെ മെസ്സേജ് ഓഫാ തോന്നുന്നു അല്ലേ? മെസ്സേജ് അയക്കാൻ കഴിയുന്നുണ്ടല്ലോ ദേവനന്ദ. മെസ്സേജ് അയക്കാൻ കഴിയും, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്കെല്ലാം സംസാരിക്കാൻ പറ്റും. നിങ്ങൾ മൈക്ക് കൺട്രോൾ ചെയ്താൽ മതി. നാളെ മനസ്സിലായാത്തവരുണ്ടോ ഇതില്? മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് പറയൂ. എല്ലാവരും പറയാം. മൈക്ക് ഓൺ ആണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. മൈക്ക് നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്താൽ ഞാൻ ഇവിടുന്ന് മ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. LSSന്റെ കുട്ടികൾ വരെ കൃത്യമായിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്ത് ക്ലാസ്സിൽ കേൾക്കാറുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഇതാ അടുത്ത ഒരു ചെറിയ ചോദ്യം, LCM ആയിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യമാണ്. ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. ആൻസർ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, വിളിച്ചു പറയണ്ട. എൻ്റെ കയ്യിൽ കുറേ നെല്ലിക്കയുണ്ട്. ഞാനത് 2 പേർക്ക് തുല്യമായിട്ട് വായിച്ചപ്പോൾ 1 എണ്ണം ബാക്കി. 3 പേർക്ക് തുല്യമായിട്ട് വായിച്ചപ്പോൾ 1 എണ്ണം ബാക്കി. അതേ എണ്ണം നെല്ലിക്ക 4 പേർക്ക് വായിച്ചപ്പോഴും 1 എണ്ണം ബാക്കി. 5 പേർക്ക് വായിച്ചപ്പോഴും 1 എണ്ണം ബാക്കി. 6 പേർക്ക് വായിച്ചപ്പോഴും 1 എണ്ണം ബാക്കി. എത്ര നെല്ലിക്കയാണ് ഉണ്ടായിരുന്നത്? ഗൂസ്ബെറീസ്. അതാ ആൻസർ വന്നല്ലോ. ആൻസർ വന്നു. അപ്പോൾ ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് 61 കിട്ടിയത് ശരിയാണ്.
2 പേർക്ക് ഭാഗിച്ചു, 3 പേർക്ക് ഭാഗിച്ചു, 4 പേർക്ക് ഭാഗിച്ചു, 5 പേർക്ക് ഭാഗിച്ചു, 6 പേർക്ക് ഭാഗിച്ചപ്പോഴും ഒരെണ്ണം ബാക്കിയുണ്ടെങ്കിൽ ആ ഒരെണ്ണം അവസാനം കൂട്ടാനുള്ളതാണ് ആ ബാക്കിയുള്ളത്. ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. 2 കൊണ്ട് ചെയ്തു 1 3 2 2 4 5 3 2 6. വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്തു 1 3 1 5 3. പിന്നെ 3 കൊണ്ട് 1 1 1 5 3 5 1. ഇനി ഇവിടെ 5 കൊണ്ട് ചെയ്തു 1 1 1 1 1. അപ്പൊ ഇതിന്റെ എല്ലാം LCM, ഈ പറഞ്ഞ സംഖ്യയുടെ LCM 15 3 15 2 32 60 ആണ്. 60 എണ്ണം 2 പേർക്ക് വായിച്ചാൽ നമുക്ക് 0 ആണ് ബാലൻസ് വരിക. പക്ഷെ നമുക്ക് ഒരെണ്ണം കീശയിലിടാൻ വേണം. അതുകൊണ്ട് 60 61 ആയേ മതിയാവും. അതുകൊണ്ടാണ് LCM കണ്ടിട്ട് നമ്മൾ കൂട്ടുന്നത്. അതുകൊണ്ടാണ്. അത് മനസ്സിലാക്കി വെക്കണം നിങ്ങൾ. പക്ഷേ ഇത് ലേശം ലെവല് കൂടിയ ചോദ്യത്തിലേക്ക് സാധാരണഗതിയിൽ പോകാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു ചോദ്യം തന്നോട്ടെ, നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ തരും. നിങ്ങൾ സമ്മതം പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ഞാൻ തരും. ഓക്കെയാണ്. ലേശൊരു ഉയർന്ന ചോദ്യമാണ്. എന്താണ് മക്കളുടെ അഭിപ്രായം? പറയൂ. തരാം. ഓക്കെ, തരാം. അത് ഒരു വർഷം ചോദിച്ചതാണ്. അപ്പം ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നല്ല നല്ല ചോദ്യങ്ങളുണ്ട് ഇതിൽ. ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഏതൊരു വർഷം LCM ആയിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല ചോദ്യം വന്നിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ പറയാം. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ എടുക്കും. അതുകൊണ്ടാണ്. ആംഗിൾസ് ലൈൻസ് നമ്മൾ എടുത്തതാണ്. ലൈനിന് ആംഗിൾസ് ഒക്കെ നമ്മൾ എടുത്തതാണ്. ഇപ്പൊ അതല്ല. ഇതിപ്പോ ഞാന് നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇന്നതെടുക്കൂല, വാട്സപ്പ് ചെയ്താൽ മതി. ദേവനന്ദ, ഈ സംഖ്യ എത്രയാണ് വായിക്കുക? ഇതെത്രയാണ്? ഇതെത്രയാണ്? ഇത് ഇംഗ്ലീഷിൽ എഴുതാം. എന്നീ സംഖ്യകൾ കൊണ്ട്, അതായത് 9 11 13 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ യഥാക്രമം 1 3 5 1 3 5 1 3 5 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന സംഖ്യ ഏതാണ്? ഏതെന്താ ചോദ്യം എന്ന് വായിച്ച്? 9 11 13 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 1 3 5 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന സംഖ്യ ഏത്? What is the least number? What is the least number? Which one? അപ്പൊ മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ഒരു കുട്ടി ബഹളം വെക്കുന്നു. നിങ്ങൾ അറിയാതെയാണ് അത് ഓൺ ചെയ്ത് കളിക്കുന്നത്. What is the least number? When divided by
when divided by ഏതുകൊണ്ട് 9 11 13 9 11 13 leaves 1 3 5 as the respective reminders. As the respective reminders. ആ ചോദ്യം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്ന് വായിച്ച്. 9, 11 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 1, 3, 5 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന സംഖ്യ ഏത്? What is the least number which when divided by 9, 11, 13 leaves 1, 3, 5 as the respective reminders? ഇനി ആൻസർ പറയാം, കമന്റ് ചെയ്യാം. അശ്വതി എസ് ബി എന്ന് പറഞ്ഞ കുട്ടി ഇതിലുണ്ടോ? അശ്വതി എസ് ബി എന്ന ഐ ഡിയിലുള്ള കുട്ടി ആരാണ്? എന്താണ്, ഏത് സ്കൂളാണ് മോള്? മോനാണ്. ആ, എന്താ പേര് മോന്റെ? ഏത് സ്കൂളാ? എത്ര ആൻസർ കിട്ടിയത്? 1279. അത് ശരിയാണല്ലോ. അത് എങ്ങനെയാ കിട്ടിയത്? ആയിക്കോട്ടെ, ഒരു മിനിറ്റ് ഞാനൊന്ന് എഴുതിക്കോട്ടെ. 9, 11, 13 LCM കണ്ടു. അത് എത്ര കിട്ടി? വെരി ഗുഡ്. 1287 മോന് കിട്ടിയത്. എന്നിട്ടോ 5 ശിഷ്ടം വരും. എന്ന് പറഞ്ഞാൽ 9 ൽ 1 കുറച്ചാൽ 8 വരും അല്ലേ? 11 ൽ 3 കുറച്ചാൽ നമുക്ക് 8 വരും അല്ലേ? 13 ൽ 5 കുറച്ചാൽ നമുക്ക് 8 വരും അല്ലേ? അപ്പൊ മോൻ ഒന്നുകൂടി പറഞ്ഞേ, ഒന്ന് തുടരൂ. തുടക്കം മുതൽ പറയൂ. 9ന്റെയും 11ന്റെയും 13ന്റെയും LCM 1287. അതിൽ നിന്ന് പൊതുവ്യത്യാസമായ 8 കുറയ്ക്കുമ്പോൾ ശിഷ്ടങ്ങൾ തമ്മിലുള്ള പൊതുവ്യത്യാസമായ 8 കുറയ്ക്കുമ്പോൾ 1279 കിട്ടും. അതായിരിക്കും അതിന്റെ സംഗതി. അതേസമയത്ത് LCM വരെ കുട്ടികൾ കാണും. പക്ഷെ തുടർന്ന് അങ്ങോട്ട് വരുന്ന 1279 കിട്ടാനാണ് ലേശം ബുദ്ധിമുട്ട് വരിക. മോൻ ഏത് ക്ലാസ്സിലാ? 6ാം ക്ലാസ്സിലെ മോനാണ്. ന്യൂമാത്സ് എഴുതുന്ന കുട്ടിയാണ്. ഞാൻ USS എഴുതുന്ന മറ്റു കുട്ടികളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മനസ്സിലാവുന്നുണ്ടോ? പേരെന്താ? ഏത് സ്കൂളാ? അവിടെ പേരാമ്പ്ര AP തന്നെയാണ് മറ്റേ കുട്ടിയും. മോന്റെ പേരെന്തായാലും മറ്റേ ചെറിയന്റെ പേര് പോയോ? ആദിദേവ്. ഞാൻ അതൊന്ന് ആദിദേവല്ലേ? ആദിദേവാണ്. ശരി. ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് പേരാമ്പ്ര AP കുട്ടിയാണ്. ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്നു. പ്രോവിഡൻസിലെ സ്കൂളിലെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഈ 1279 വിദ്യ മനസ്സിലാക്കാം?
എക്സ്പ്ലെയിൻ ചെയ്യണം. ന്യൂമാറ്റ്സിന്റെ മറ്റു കുട്ടികൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആരാണ്? മുസമ്മിലുണ്ടോ? മുസമ്മിലെ ഇത് മനസ്സിലായോ? ഒന്ന് പറഞ്ഞു. 9-ന്റെയും 11-ന്റെയും 13-ന്റെയും എൽസിയം എന്ന് പറയുന്നത് 1280. അല്ല വേണ്ട മുസമ്മിലെ നമുക്ക് കാര്യം ചെയ്യാം. നമ്മൾ അവരധികം ഇടങ്ങാറാക്കണ്ട. 9, 11, 13 മോൻ എങ്ങനെ എൽസിയെ കണ്ട് അന്ന് പറ. 9 × 11 × 13. അതങ്ങ് ചെയ്തു വിട്ടതാ. അതെ. അതുകൊണ്ട് എന്താ കിട്ടുന്ന ഗുണം? 1287. അപ്പൊ ഇതൊന്ന് ഗുണിച്ചതാണ്. അത് ഗുണിക്കാനുള്ള കാരണം എന്താണ്? അതിൽ 2 പ്രൈം നമ്പർ ആണ്. ആ വെരി ഗുഡ്. 2 പ്രൈം നമ്പർ ആണ്. അടുത്തടുത്ത പ്രൈം നമ്പർ കൂടെ കുടുങ്ങുകയാണെങ്കിൽ തമ്മിൽ ഗുണിച്ചാൽ മതി. വേറൊരു സാധനമുണ്ട്. 4-ന്റെയും 5-ന്റെയും എൽസിയം എത്രയാ മോനെ? 20. അതിന് നിങ്ങൾ പ്രത്യേകം അരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. 4, 5 തമ്മിൽ ഗുണിച്ചാൽ മതി. എൽസിയമിന് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. തുടർച്ചയായിട്ട് വരിക, ഗുണിക്കുക, അല്ലെങ്കിൽ തുടർച്ചയായ ഈ പ്രൈം നമ്പർ വരുന്നെങ്കിൽ പ്രൈം നമ്പർ കണ്ടാൽ തന്നെ നിങ്ങൾ ഗുണിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. ശരി, ആ ശരി. അങ്ങനെ ആകുമ്പോൾ അല്ല എണ്ണൽ സംഖ്യ തുടർച്ചയായാൽ മതി, അവിടെ പ്രൈം നമ്പർ വേണമെന്നില്ല. ഇവിടെ ഇപ്പൊ ഇത് പ്രൈം നമ്പർ അല്ലല്ലോ 9, പക്ഷെ 2 പ്രൈം നമ്പറോട് കുടുങ്ങിയല്ലോ. ശരി, ഇത് ഗുണിച്ചപ്പോ എത്ര കിട്ടി മോനെ? 1287 കിട്ടി. അപ്പൊ പക്ഷെ 1287 ഓപ്ഷൻ ഉണ്ട്. അത് എടുക്കാതെ മോൻ എന്തിനാണ് 1279 പോയത്? അത് 1287 9ഉം 11ഉം 13ഉം നിശേഷം ഹരിക്കാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് യഥാക്രമം 1, 3, 5 എന്നിവ ശിഷ്ടം വരണം. അതായത് ഇത് ഈ സാധനത്തെ, അതായത് നിങ്ങൾ 1287 അരിച്ചു കഴിഞ്ഞാൽ 0 ആയിരിക്കും ശിഷ്ടം വരിക. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? ശിഷ്ടം വരണം. 1 ശിഷ്ടം വരണം. എത്ര കൊണ്ട് അരിച്ചാല്? 9 കൊണ്ട് അരിച്ചാൽ 1 ശിഷ്ടം വരണം. അപ്പൊ നമ്മൾ ഈ 1287 എന്ത് ചെയ്യണം? 5. അപ്പോൾ എല്ലാം ഒരേ സംഖ്യയാണ് കിട്ടുന്നത്, 8. ആ 8 കുറയ്ക്കുക. ഏതിൽ നിന്ന്? 1287 നിന്ന്. ഓക്കെ, അതാണ് അതിന്. ഇനി മനസ്സിലായവർ ആ കുട്ടിക്ക് ഒരു ലൈക്ക് കൊടുത്തേ. ഇനിയും മനസ്സിലാകാത്തവരുണ്ടെ പറഞ്ഞോളൂ. ഇതാണ് എൽസിയം കാണുന്ന ഉയർന്ന ചോദ്യം. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഈ 9-ന്റെയും 11-ന്റെയും 13-ന്റെയും എൽസിയം കണ്ടിട്ട് 1287 കിട്ടുന്ന ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? എൽസിയം കണ്ടു, പക്ഷെ എൽസിയം ആണല്ലോ 1287. എൽസിയം ആണല്ലോ മോളെ 1287. പക്ഷെ ഇവർ പറഞ്ഞ എന്താണ്? ഈ പറഞ്ഞ സംഖ്യയെ നമ്മള് ഈ 9, 11, 13 എന്നീ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് ശിഷ്ടം വരണം. 1 ശിഷ്ടം വരണം. 1 ശിഷ്ടം വരണമെങ്കിൽ ഇവിടെ പൊതുവായിട്ട് വരുന്ന 8ലേക്ക് നമ്മൾ എത്തണ്ടേ? 9 1 കുറച്ചാൽ 8, 11 3 കുറച്ചാൽ 8, 13 5 കുറച്ചാൽ 8. മുസമ്മിൽ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കുട്ടി. 9-ന്റെയും 11-ന്റെയും 13-ന്റെയും എൽസിയം കാണാൻ അത് 3ഉം ഗുണിച്ചാൽ മതി. കാരണം അതിൽ 2 പ്രൈം നമ്പർ ആണ്. അത് ഗുണിച്ചപ്പോൾ 1287 കിട്ടി. 9 - 1, അതായത് ശിഷ്ടം 9 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വേണം എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലെ 1279 ആണല്ലോ നമ്മുടെ ഉത്തരം. ഇതിന് 9 കൊണ്ട് അടിച്ചാൽ
ആ ശരി, ഇനി തുറന്നോളൂ, നടക്കട്ടെ. അടുത്ത പറ. 11-നെ 3 കൊണ്ട് 11-ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 8 കിട്ടും. 13-ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 8 കിട്ടും. അതുകൊണ്ട് 1287-ൽ നിന്ന് 8 കുറയ്ക്കുക. ആ പൊതുവായിട്ടുള്ള 8 അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ മതി അല്ലേ? അതെ. ഓക്കെ. പേരാമ്പ്ര AUP നേരത്തെ വിവരിച്ച കുട്ടിയുടെ പേരെന്തായാലും, ആ കുട്ടിയുടെ പേര് ആദിദേവ്. ഇതേ വഴിക്ക് തന്നെയാണോ കണ്ടുപിടിച്ചത്? അതെ. അപ്പം ഈ ചോദ്യം LCMന്റെ ലേശം ഒന്ന് കടന്ന ചോദ്യമാണ്. അപ്പം ഈ ചോദ്യം മനസ്സിലാക്കി വെക്കുക. ഇത് യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ ഒന്നുകൂടി കാണുക. എന്നിട്ടും മനസ്സിലാകാത്തവർ എന്നെ നേരിട്ട് വിളിച്ചോളൂ, പറഞ്ഞു തരാം. നമുക്ക് മുന്നോട്ട് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. യെസ്, അടുത്ത് ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറഞ്ഞ് നേരിട്ട് വിളിക്കുക. നിങ്ങൾ യൂട്യൂബിൽ ഒന്നുകൂടി കാണുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? മുസമ്മിൽ കൃത്യമായിട്ട് അത് വിവരിച്ചു തന്നിട്ടുണ്ട്. LCM കണ്ടതിന് ശേഷം പൊതുവായിട്ട് വരുന്ന 9 1 കുറച്ചാൽ 8, അതുപോലെ 11 3 കുറച്ചാൽ 8, ആ രീതിയിലാണ് നമ്മൾ 8 മൈനസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഉത്തരം. പക്ഷെ അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് നേരിട്ട് വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരാം കൃത്യമായിട്ട്. അടുത്ത ചോദ്യത്തിലേക്ക്. ഏതായിരുന്നു ചോദ്യം? ആ, ഏതൊക്കെയാ? ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 6.125. എങ്കിൽ തുക എത്ര? ഏതോ ഒരു രണ്ടക്ക സംഖ്യയെ വേറെ ഏതോ ഒരു രണ്ടക്ക സംഖ്യ കൊണ്ട് ABCD ഹരിച്ചപ്പോൾ 6.125 കിട്ടിയതെന്ന് പറഞ്ഞു. മോളെ പേരെന്താ? ദേവനന്ദ. ഈ 6.125-നെ 6125 ബൈ എത്ര എന്ന് എഴുതാം? 1000 എഴുതാം. ശരിയാണ്. കാരണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനമുണ്ട്. ഈ 6125-ഉം 1000-ഉം ഒരു രണ്ടക്ക സംഖ്യയിലേക്ക് അങ്ങ് ഉന്തി മുന്നോട്ട് പോട്ടെ. ഇതിപ്പോ 4 അക്ക സംഖ്യയാണ്. ഇത് 3 അക്ക സംഖ്യയിലേക്കും അതുപോലെ 2 അക്ക സംഖ്യയിലേക്കും 1 അക്ക സംഖ്യയിലേക്കെല്ലാം പോകാനാകുമെന്നുള്ള സമം നടത്തി വെക്കുക. അതിന്റെ മാർഗം രണ്ടിനെയും ഫാക്ടറൈസ് ചെയ്യലാണ്. 6125-നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. മോളെ ഇത് 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? ഹരിച്ച കുട്ടിയൊക്കെ ഒന്ന് പറയാം. മൈക്ക് ഓണാണ്. 1000. ദേവനന്ദ ഒന്ന് പറയൂ. അവിടെ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയൊന്ന് പറയൂ. എനിക്കറിയില്ല, ഞാൻ അരിച്ചു നോക്കിക്കില്ല. നിങ്ങൾ അരിച്ചു നോക്കിന്ന് പറഞ്ഞാൽ മതി. ഇത് 5 കൊണ്ട് അരിച്ചാൽ എത്രയാണ്? 5 കൊണ്ട് ഇത് അരിക്കാൻ പറ്റും. കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, നോക്കിയൊന്ന് മോള് വായിച്ചാൽ മതി. 6 5 ഒരു പ്രാവശ്യം, 11 2 5 10, 12 2 5 10, 5 25. ഇതാണോ? യെസ്. വീണ്ടും 5 കൊണ്ട് ഹരിച്ചപ്പോൾ 2 5 10, 4 5 20, 5 25. ഇത് ശരിയാണോ? ആ. വീണ്ടും 5 കൊണ്ട് ഹരിച്ചപ്പോൾ 4 5 20, 45 9. ഇത് ശരിയാണോ? അതെ. വീണ്ടും നമുക്ക് 5 കൊണ്ട് ഹരിച്ചൂടെ 7 കൊണ്ട് ഹരിക്കാം. 7 7 49. അത് ശരിയാണോ? അതെ. അപ്പൊ 5 × 5 × 5 × 7 × 7 ആണല്ലോ കിട്ടിയത്. ബൈ
1000 ഫാക്ടറൈസ് ചെയ്താൽ എന്ത് കിട്ടും മോളെ? 2 കൊണ്ടോ അല്ലെ 5 കൊണ്ടോ ഹരിച്ചു. 5 കൊണ്ടായിക്കോട്ടെ. 1000 എത്ര 5 ഉണ്ട്? 200. 200നെ വീണ്ടും 5 കൊണ്ട് ഹരിച്ചു. എത്ര? അറിഞ്ഞൂടെ? 200 എത്ര 5 ഉണ്ടാ? കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ട് മോളത് നോക്കി വായിച്ചു. 40. മക്കളാണ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ മിണ്ടി കൂടാത്തോണ്ടല്ലേ ഇന്നെപ്പെട്ട് മിണ്ടിക്കുന്നത്. 40 എത്ര 5 ഉണ്ട്? 8. അപ്പൊ 2 ഇൻറ്റു ഇതിങ്ങനെ അങ്ങ് പോവുക. ഇതാണ് സംഗതി. അപ്പൊ 1000 നമ്മൾ ഫാക്ടറൈസ് അപ്പോ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2ലേക്ക് എത്തുന്നു. ഇത് നിങ്ങൾ വ്യവസ്ഥ അറിയോ? താഴെ മേലെ 5 5 ഉണ്ട്, ഈ 5 5 ഉണ്ട്, ഈ 5 5 ഉണ്ട്. 7 7 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ മോളെ? ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്രയാണ്? 8. അങ്ങനെയാണെങ്കിൽ 49നെ 8 കൊണ്ട് ഹരിച്ചാലും നമുക്ക് കിട്ടേണ്ടത് 6.125 തന്നെയാണ്. കാരണം ഇത് ചുരുക്കിയിട്ടാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. ഇതിന്റെ എസൻസ് ആണ് ഈ എടുത്തിരിക്കുന്നത്. 6125/1000 ചുരുക്ക രൂപത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ നിങ്ങളുടെ ചോദ്യം എന്താ മോളെ? ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു ഒരക്ക സംഖ്യ ഉണ്ടെന്നല്ലേ ചോദിച്ചത്. ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് എന്ന് ചോദിച്ചാൽ 8 ഒരു രണ്ടക്ക സംഖ്യ അല്ല. 8 ഏറ്റവും ചുരുങ്ങിയ രണ്ടക്ക സംഖ്യ ആക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഏത് സംഖ്യ കൊണ്ടാണ് ഞാൻ മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്? 2 കൊണ്ട് ചെയ്താൽ കിട്ടും. താഴെയുള്ള ആളെ 2 കൊണ്ട് കുടിച്ചാൽ മേലെയുള്ള ആള് വെറുതെ കുത്തിരിക്കുന്നു മോക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഓലയും കുടിക്കണം 2 കൊണ്ട് തന്നെ. 49ന്റെ ഇരട്ടി എത്രയാണ് മോള്? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, മോളെ നോക്കി വായിച്ചാൽ മതി. കുട്ടികൾ ടൈപ്പ് ചെയ്ത് മോളെ വായിച്ചിട്ടാ. 98. 2നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് മോളെ? 16. എന്തായിരുന്നു മോളെ ചോദ്യം? ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 6.125 എങ്കിൽ തുക എത്ര? ആ രണ്ടക്ക സംഖ്യയുടെ തുക കാണാൻ ഈ 98ഉം 16ഉം തമ്മിൽ കൂട്ടിയാൽ മതി. കൂട്ടിയാൽ എത്രയാ മോളെ? എത്ര? 114. ഇത്തരം ചോദ്യം എന്തായാലും വരുവേ. ഇതിൽ ഡെസിമൽ വരുന്നുണ്ട്, ഫ്രാക്ഷൻ വരുന്നുണ്ട്, ഈ പ്രിയഡൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ സെലക്ട് ചെയ്യുന്നത്. വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. മനസ്സിലാകാത്തവരുടെ ഇപ്പം പറയാം. മനസ്സിലാകാത്തവരുണ്ട് ഇപ്പം പറയാം. മൈക്ക് ഓണാണ്. ഒന്നുകൂടി പറയണം. ഓക്കെ മുസമ്മിലെ ഇത് മനസ്സിലായോ? അന്ന് പറഞ്ഞോളൂ. 6.125 എന്നത് നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ 6125/1000 എന്ന് എഴുതാം. 6125നെ ഫാക്ടറൈസേഷൻ ചെയ്താൽ 5 കൊണ്ട് ചെയ്താൽ 1225 കിട്ടും. അതിനെ പിന്നെയും 5 കൊണ്ട് ചെയ്താൽ 245 കിട്ടും. അങ്ങനെ പോയി 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു ആ കുട്ടിയുടെ മൈക്ക് പോയി തോന്നുന്നു. ദേവനന്ദ ഒന്ന് ഇടപെടാമോ? അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങൾക്ക് കിട്ടിയത് മനസ്സിലായി. അത് ഇങ്ങനെ മേലെ എഴുതുക. 1000 ഫാക്ടറൈസിട്ട് അടിയിൽ എഴുതുക. എന്നിട്ട് പൊതുവായി വരുന്ന അങ്ങ് ഒഴിവായി കളിയുക. അപ്പൊ 7 ഇൻറ്റു 7 മേലെ വരും, താഴെ 8 വരും. അപ്പൊ 7 ഇൻറ്റു 7 49 ആണ്, താഴെ 8 ആണ്. 49/8 ചെയ്താൽ ഇതിനെ കിട്ടുക. പക്ഷെ നമ്മളോട് രണ്ടക്ക സംഖ്യ ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക.
ചിലപ്പോൾ 3 കൊണ്ടൊക്കെ ഗുണിക്കേണ്ടി വരും. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ തന്നെ 16 2 സംഖ്യ കിട്ടും. ആ രീതി ചെയ്താൽ മതി. മനസ്സിലായെന്ന് കരുതുന്നു. എന്ത് പറയുന്നു മറ്റു കുട്ടികൾ? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കാര്യം മനസ്സിലാകുന്നത് നോക്കുക. ഇല്ലെങ്കിൽ നേരിട്ട് എന്നെ വിളിച്ചാൽ മതി. നമ്പർ നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയറക്റ്റുള്ള ചോദ്യം ഇതിലുണ്ടാവില്ല. ഒരു മത്സര പരീക്ഷയ്ക്കുണ്ട്. ഏതെല്ലാം അതിനിടയ്ക്ക് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് പറയുക കേട്ടോ. ഞാനും കുറെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് തീർന്നോട്ടെ മോളെ കേട്ടോ. ഓക്കെ 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 മോളെ. 0, 2, 4, 6 ഇതാണ് ഓപ്ഷൻ. എന്റെ ചോദ്യം എന്താവാം? എന്റെ ചോദ്യം എന്താവാം ദേവനന്ദ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ ചോദ്യം എന്താവാം ഇത് വെച്ചിട്ടുള്ള? അത് 4ാം ക്ലാസ്സില്, അത് 4ാം ക്ലാസ്സിൽ ചോദിച്ചു കഴിഞ്ഞ് LSS നിങ്ങളോട് ചോദിക്കൂലേ? മനസ്സിലാക്കി? അതല്ല, അത് ശരിയാണ്. അത് അല്ല, അതിന്റെ ഉത്തരം 18 അല്ലേ? അതായത് ഈ സംഖ്യകൾ വെച്ചിട്ട് അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് 3 × 3 × 2 × 1 അത് 18 ആണ്. അത് ശരിയാ നമ്മൾ പറഞ്ഞത്. ഇതിവിടെ 3 ആവർത്തിക്കാൻ കാരണം ഇവിടെ 0 വന്നുകൊണ്ടാണ്. ഈ 0-ന് പകരം ഇവിടെ 5 ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് 24 കിട്ടും. കാരണം 4 അക്കങ്ങൾ ഉണ്ടെങ്കിൽ 4 × 3 × 2 × 1 24 ആണ്. അതിൽ ഒരക്കം 0 പോയി കഴിഞ്ഞാൽ ഈ 4-ന് പകരം 3 എണ്ണം എഴുതി കൊടുത്താൽ മതി. രണ്ടാമത്തെ 3 അങ്ങനെയാണ് 18 കിട്ടുന്നത്. അത് ശരിയാണ്. അതേതാ കുട്ടി പറഞ്ഞത്? ദേവനന്ദ. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല മോളെ. നമ്മളുടെ ചോദ്യം അതല്ല. പറയും. ആർക്ക് പറയാം? മുസമ്മിലെ ഒന്ന് ഇടപെടാമോ? അക്കങ്ങൾ ആവർത്തിച്ചിട്ട് കൊണ്ടുവന്നൊന്നുമല്ല ചോദ്യം. എന്റെ ചോദ്യം എന്താ? മുസമ്മിലെ മനസ്സിലായ എന്റെ ചോദ്യം എന്താവാം? അതുമല്ല, അതൊക്കെ നമ്മൾ പല പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. എന്താ? അല്ല അല്ലല്ല, ഇതാണ് ഓപ്ഷൻ. ഈ ഓപ്ഷൻ വെച്ചിട്ട് എന്റെ ചോദ്യം എന്താകാം എന്ന് നിങ്ങളാണ് ഊഹിക്കേണ്ടത്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. Which of the following number is not? എന്റെ അമ്മ, നിങ്ങൾ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ചോദ്യമാണ് വരാൻ പോകുന്നത്. ഓപ്ഷൻ ഇതാണ്. നിങ്ങൾ ആരും അതുകൊണ്ട് ഇതുവരെ കളിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ചോദ്യം ഇതാണ്. ഇതാ ചോദ്യം. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ, ഇത് ന്യൂമേഴ്സിന്റെ കുട്ടികൾ മനസ്സിലാക്കി വെക്കണേ. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിൽ, പ്രൊഡക്റ്റിൽ ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരാത്ത അക്കം ഡിജിറ്റ് ഇതിൽ ഏതാണ് തുടർച്ചയായ 2 സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരാത്തവനിൽ ആരോ ഉണ്ട്. ആരാണവൻ? ദേവനന്ദ, അവിടെ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയൊന്ന് പറഞ്ഞാൽ മതി. 4 ശരിയാണെന്ന് ആ കുട്ടികളെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കൂ. ദേവനന്ദ അറിയുമോ ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള അക്കങ്ങളൊക്കെ ഒന്നും നമ്മൾ പറ. സാധാരണഗതിയിൽ 0 വരില്ലേ? 1 വരില്ലേ? 2 വരില്ലേ? 3 വരില്ലേ? 4 വരില്ലേ?
5 വരും, 6 വരും, 7 വരും, 8 വരും, 9 വരും. ഇത്രയും സംഖ്യകളെല്ലാം ഒറ്റയുടെ സ്ഥാനത്ത് വരില്ലേ? ഇതല്ലേ വരികയുള്ളൂ. മോളൊരു കാര്യം ചെയ്തോ, 0 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നു, 1 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നു. തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ് മോളെ? 0. 1 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നു, 2 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നു. തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ് മോളെ? 2. 2ഉം 3ഉം ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ് മോളെ? 3ഉം 4ഉം ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ തമ്മിൽ ഗുണിച്ചാൽ അവസാനത്തെ അക്കം ഏതായിരിക്കും മോളെ? 2. 4ഉം 5ഉം ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ അവസാനത്തെ അക്കം ഏതായിരിക്കും മോളെ? 6ഉം 5ഉം വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും? 0. 6ഉം 7ഉം വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന ഏതായിരിക്കും? വിളിക്കുന്ന അറിഞ്ഞൂടാ, അതിനെ വിളിക്കുന്ന അറിഞ്ഞൂടാ. 6 7 അറിഞ്ഞൂടാ. 2 അത് പറയണ്ടേ. 6 എത്രയാ? 6 എത്രയാ? 42 അവസാനം 2. 7 8 6. എന്നാൽ 7 8 എത്രയാ? അത് പറ. 56 6. 9 8 അതിൽ അവസാനോ? അപ്പോ അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ഇത് മാത്രമേ ഉള്ളൂ മകളെ. 0 വരും, 2 വരും, 6 വരും, പിന്നെ ഒന്നും വരുന്നില്ല. അപ്പൊ 0 വരും, 2 വരും, 6 വരും. വരാത്തവന് ഇവരാരാണ്? ഇത് മനസ്സിലായവർക്ക് ലൈക്ക് തരാം. പറയൂ എന്താ പറയാനുള്ളത്? ആർക്കെങ്കിലും? മൈക്ക് ഫോണാണ്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ചോദിച്ചോ. എന്തെന്ന്? വരാത്ത അക്കം ഏതെന്നാണ് മോളെ ശ്രദ്ധിക്കേറ്റ. ഈ ക്ലാസ് നടക്കുമ്പോൾ കുട്ടികളുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. ചില കുട്ടികൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും വേറെ വേറെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാനൊരു സ്പീഡിൽ എഴുതുന്നുണ്ടാന്ന് പോട്ടുമല്ലേ, മോളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. ഇനി വേറൊരു സംഭവം പറഞ്ഞത്, ഈ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങള്, ആ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചില സൂചനകൾ തരും. ആ സൂചനകൾ വെച്ചിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത്. നമ്മൾ നിർത്താനായിക്കോ? നിങ്ങൾ എന്താ പറയുന്നത്? നിർത്തണോ? ഹോംവർക്ക് ഏതാ? പിന്നെ ക്വസ്റ്റ്യൻ ഉള്ളത് പറ. അത് കുട്ടികൾ എഴുതിക്കുക. അത് ഈസി ആണല്ലോ. അതേതാ മോള്? ഉത്തരം ഏതാ പറയുക? ഉത്തരം പറഞ്ഞു കൊടുത്താൽ മതി, കുട്ടികൾക്ക് അറിയാതെ. 2n+2 ആണ് മറ്റുള്ള കുട്ടികൾ എഴുതിയത്. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? ശരിയാണോ? ഇന്നത്തെ ഹോംവർക്കാണ്. 2n+2 ശരിയാണ്. രണ്ടാമത്തെ വായിച്ച മോള്. എന്നിട്ടോ എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കുക 3n-2 ആണോ? എന്താണ് ആൻസർ? 3n-2 ആയിരിക്കും, 3n-2 ആയിരിക്കും. അതെപ്പോഴും ഓടായിരിക്കൂലേ? എന്നിന് ഒരു ഓഡ് നമ്പർ ആണെന്ന് പറഞ്ഞു. 3n-2 ഒന്ന് ചെയ്ത് നോക്കൂ. ഈ എന്നിന് മോളെ ഏതെങ്കിലും ഓഡ് നമ്പർ പറ. 3. അപ്പൊ 3നെ 3 കൊണ്ട് വിളിച്ചാ 9. 9 2 കുറച്ചാ എത്രയാ? 7. അപ്പൊ ഓഡ് നമ്പർ ആയിരിക്കും. 3n-2 അല്ലേ? അല്ലേ എംഎസ്എമ്മിലെ? കിട്ടിയിട്ടില്ല. മറ്റുള്ള കുട്ടികൾ കിട്ടിയിട്ടുണ്ടോ? ഇത് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ശരി, കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി വേറൊരു ചെറിയ ഒരു ചോദ്യം നോക്കിക്കോളെ. ചോദ്യം നിങ്ങൾ ഉണ്ടായിക്കോളൂ. സൂചന ഞാൻ തരാം. ഇന്ന് വേണ്ട,
നാളേക്കുള്ള ചോദ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ചോദ്യം ഇതാണ്. ചോദ്യം ഉണ്ടാക്കാനുള്ള സൂചന 5ന്റെ സ്ക്വയർ 25ആണ്. അത് നിങ്ങൾക്കറിയാം. 5 കഴിഞ്ഞാൽ 6 എടുത്തു ഞാൻ. 6ന്റെ സ്ക്വയർ 36ആണ്. അതും നിങ്ങൾക്കറിയാം. 25നെ 36 കൊണ്ട് ഗുണിച്ചാൽ അത് 900ആണ്. അതും നിങ്ങൾക്കറിയാം. 900 തന്നെ അല്ലേ? 18നെ 50 കൊണ്ട് ഗുണിച്ചു, 9നെ 100 കൊണ്ട് ഗുണിച്ചു. ശരി, 900. അതെ. അപ്പൊ അതിന്റെ ഇടയ്ക്കൊരു ചെറിയൊരു ജോലി. ഇത് 900 ആണെന്ന് ഞാൻ പറഞ്ഞു. അതേ സമയത്ത് 5നെ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 30ന്റെ സ്ക്വയറും 900ആണ്. ഈ ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വരൂ. ഇതിൽ നിനക്ക് എന്താ മനസ്സിലായത്? ആ, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? 5ഉം 6ഉം എടുത്തിട്ട് സ്ക്വയർ കണ്ടിട്ട് ഞാൻ തമ്മിൽ ഗുണിച്ചപ്പോൾ എനിക്ക് 900 കിട്ടിയപ്പോൾ 5നെ 6 കൊണ്ട് ഗുണിച്ച സംഖ്യയുടെ സ്ക്വയർ 900ആണ് എന്ന് അതെപ്പോഴും ശരിയാണ്. ഏത് സംഖ്യക്കും ശരിയാണ്. അത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? രണ്ട് സ്ക്വയർസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താല് ആ ഒരു നമ്പർ കിട്ടും. അത് ആ രണ്ട് അടുത്തടുത്ത് വരുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ കണ്ടാലും അതന്നെ ഇടാൻ. ഇതെങ്ങനെയാണ് നമ്മളൊരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക? അതിൻ്റെതൊക്കെ എഴുതി വെക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു വാക്കുണ്ട്. ആരാണ്? അതാരാ പറയാൻ നോക്കി? അടുത്തടുത്ത അതാരാ പറയാൻ നോക്കി പറയൂ. കാർത്തികേയൻ പറഞ്ഞോളൂ. അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണഫലവും ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയുടെ സ്ക്വയറും ഒന്നായിരിക്കും. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം, രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ ഗുണനഫലം, രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ ഗുണനഫലം. The product of the squares of two numbers. The product of the squares of two numbers. ആ വർഗങ്ങളുടെ ഗുണനഫലം ആ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ വർഗമാണ്. രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ ഗുണനഫലം ആ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ വർഗത്തിന്റെ തുല്യമാണ്. മനസ്സിലായി? ഓക്കെ. അതൊരു കുട്ടി ഇംഗ്ലീഷിലും മലയാളത്തിലും വേറെ വേറെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇത് വെച്ച് ചോദ്യം വരാം. ചോദ്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ശരി, അടുത്ത പ്രശ്നത്തിലേക്ക് പോകാം. ആരാണ്? മുസമ്മിൽ റെഡിയാണ്? മുസമ്മിൽ പോയി തോന്നുന്നു. ശരി, വേറെ ഏതെങ്കിലും കുട്ടി മുന്നോട്ട് വാ. ഏതെങ്കിലും കുട്ടി. ഇഷാൻജിത്ത് ഓക്കെ ആണോ? യെസ്. ഇഷാൻജിത്തിന്റെ വീട് എവിടെയാ പറഞ്ഞത്? കണ്ണൂര്. 5ന്റെ സ്ക്വയറിന് ഞാൻ 3ന്റെ സ്ക്വയർ ഒന്ന് കുറച്ച് നോക്കി. എനിക്ക് എത്ര കിട്ടും ഇഷാൻജിത്തെ? പറ. മിണ്ടുന്നില്ലേ? അവൻ പോയോ? തിരികെ ഉള്ളൂ. ദേവനന്ദ കേൾക്കാമോ? ദേവനന്ദ 5ന്റെ സ്ക്വയർ എത്രയാ മോളെ? 25. 3ന്റെ സ്ക്വയറോ? 9. 25 9 കുറച്ചാൽ എത്രയാ? 16. ഇനി അടുത്ത നോക്കിക്കോളെ. 9ന്റെ സ്ക്വയർ എത്രയാ? 81. 7ന്റെ സ്ക്വയർ എത്രയാ? 49. 89 49 കുറച്ച് എത്രയാ?
ഞാനവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കി വായിച്ചാൽ മതി. 32. ഇനി കാര്യം നിങ്ങൾ പറയണം. ഇത് രണ്ടും അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് ആണ്, ഇതും അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് ആണ്. ഇവയുടെ സ്ക്വയറിന്റെ വ്യത്യാസമാണ് ഞാൻ ഈ കണ്ടിവിടെ വെച്ചത്. എന്താണ് ഇവകളുടെ പ്രത്യേകത? ഈ വ്യത്യാസത്തിന്റെ ഉത്തരത്തിന്റെ പ്രത്യേകത എന്താണ് ദേവനന്ദ? അതാണ്. ഓഹോ, എന്നാ പിന്നെ വേറെ ഏതെങ്കിലും സംഖ്യ എടുക്കാം. 16 ഇരട്ടിയാണ് 32 വേറെ ഏതെങ്കിലും സംഖ്യ. 4ന്റെ 8ന്റെയും ഗുണിതം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇത്തരം സംഖ്യകളെ 8 കൊണ്ട് നിശേഷം ഹരിക്കാം എന്ന് എഴുതി വെക്കണം. 8 കൊണ്ട് നിശേഷം ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നതിനാന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടൊക്കെ ഒരു ചോദ്യം ഉണ്ടായി കഴിയും. 8 കൊണ്ട് നിശേഷം ഹരിക്കാം എന്നാണ് എഴുതി വെച്ചാൽ. അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തെ 8 കൊണ്ട് നിശേഷം ഹരിക്കാം. 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ 4 കൊണ്ട് ഹരിക്കാം. അപ്പൊ 8-നാണ് പ്രാധാന്യം കൊടുത്തത്. ശരി, ഇനി അടുത്ത ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നാളെ രാവിലെയും ക്ലാസ് ഉണ്ടാകും. അത് നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ്, ഗ്രൂപ്പിലൂടെ അയച്ചു തരും. ഇന്ന് നിങ്ങൾക്ക് ഇതാ ഒരു ചോദ്യം തരുന്നു. ആ ചോദ്യത്തിൻ്റെ ആൻസർ ഒരു ചോദ്യമേ തരുന്നുള്ളൂ, ഒറ്റ ചോദ്യം. ആ ഒറ്റ ചോദ്യത്തിന് 240 ആൾക്കാർ കമൻറ്റ് ചെയ്യണം. മറ്റല്ലാതെ നിങ്ങൾ ആ ചോദ്യം നോക്കാതിരിക്കരുത്. അറിഞ്ഞാൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. എപ്പോൾ? ഇന്നല്ല, ഇപ്പല്ല, യൂട്യൂബിൽ ഇപ്പം വരും ഈ സാധനം. നമ്പർ 30 ആണ്. നമ്പർ 30 USS ക്ലാസ് നമ്പർ 30. 1 മുതൽ 30 വരെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് 20 ചോദ്യം കിട്ടും, ഉറപ്പാണ് കിട്ടും. അത് കൃത്യമായിട്ട് കാണിയുമ്പോൾ അതിലിപ്പോൾ വരുന്ന ചോദ്യത്തിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് യൂട്യൂബിൽ വരുമ്പോൾ എല്ലാ കുട്ടികളും കമൻറ്റ് ചെയ്തായിട്ടും കണ്ടതായിട്ടും എനിക്ക് മനസ്സിലാവണം. 7/100 7/100 plus 7/100 plus 7/100 plus 7/100 1 2 3 4 5 plus 7/100 plus 7/100 1 2 3 4 5 6 7 is equal to 7/x. Find the value of x. ഒരേ ഒരു ചോദ്യം മാത്രമേ തരുന്നുള്ളൂ. ഇതിൽ എക്സിന്റെ വില എത്രയാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു, സന്തോഷം. LCM കാണേണ്ട കണക്കിൽ ചെയ്ത് പഠിക്കുക. യെസ്, വാട്സപ്പ് ചെയ്താൽ മതി. എന്ത് ചോദ്യം? ആ, മൂന്നാമത്തെ സംഖ്യയുടെ എണ്ണം ഒറ്റ സംഖ്യയാണ്. ഈ 3 സംഖ്യകളേവ. ഇത് എവിടുന്ന ചോദ്യം കിട്ടിയത്? ആരാ ഇപ്പൊ സംസാരിക്കുന്ന കുട്ടിയുടെ പേരെന്താ? ഇഷാൻജിത്തിന്റെ ഉത്തരം കിട്ടിക്കോ അതിന്? ഇല്ല, കിട്ടിയില്ല, കിട്ടൂല. ഈ ചോദ്യം നിങ്ങൾക്ക് തന്നത് ആ കുട്ടികൾ അന്ന് പരീക്ഷ എഴുതിയ സമയത്ത് ഓർമ്മയിൽ നിന്നെടുത്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ വരുന്നത് 3 4 5 ആണ്. പക്ഷെ ചോദ്യത്തിന്റെ ആ ഘടനയെക്കുറിച്ച് ചെറിയൊരു പ്രശ്നമുണ്ട്. 3ന്റെ സ്ക്വയറായ സംഖ്യക്ക് 3ന്റെ സ്ക്വയർ 9 ആണ്. ഇഷാൻജിത്തെ 9-ന് എത്ര ഘടകമുണ്ട്? 1 3 9. 9-ന് 3 ഘടകം, ശരിയല്ലേ? അപ്പൊ 3 എന്ന സംഖ്യ ഒരു പ്രൈം നമ്പർ ആണ്. ആ പ്രൈം നമ്പറിന്റെ വർഗത്തിന് എപ്പോഴും 3 ഘടകമായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നത് 4 ഒരു ക്യൂബിക് റൂട്ട് ആണെന്നുള്ള അർത്ഥത്തിലാണ് ചോദ്യം വന്നത്. 64ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ് മോനെ? 4. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് അതിലേക്കാണ് പിടിക്കേണ്ടത്, 64ലേക്ക്. മറ്റതുണ്ടോന്ന് എനിക്കറിയില്ല.
പക്ഷെ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. 3 എന്ന സംഖ്യ പ്രൈം നമ്പർ, ആ പ്രൈം നമ്പർ, അപ്പൊ ഒന്നാമത്തെ സംഖ്യയുടെ വർഗത്തിന് 3 ഘടകം എന്ന് ആക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ സംഖ്യ ഒരു ക്യൂബിക് റൂട്ട് ആണ്, അത് 64ന്റെ ക്യൂബ് റൂട്ട് ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? മൂന്നാമത്തെ സംഖ്യ ഒരു സംഖ്യയുടെ പവറാണ്, മൂന്നാമത്തെ പവറാണ്. അല്ല, രണ്ടാമത്തെ സംഖ്യയിലെ ഒരു സംഖ്യയുടെ പവർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സംഖ്യ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായിരിക്കുന്നല്ലേ പറഞ്ഞത്? ആ, മൂന്നാമത്തെ സംഖ്യയുടെ വർഗം എത്ര? 25. മൂന്നാമത്തെ സംഖ്യയുടെ വർഗത്തിന്റെ ഘടകങ്ങളുടെ എണ്ണം, അതായത് മൂന്നാമത്തെ സംഖ്യയുടെ വർഗം അതിന്റെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായിരിക്കും. അപ്പം നിങ്ങൾക്ക് 3ഉം 4ഉം 5ഉമാണ് എനിക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നത്. പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ സംഭവം എന്താന്ന് പറഞ്ഞാൽ തുടർച്ചയായ 3 സംഖ്യകൾ 3ഉം 4ഉം 5ഉം. ആദ്യ സംഖ്യയുടെ വർഗത്തിന് 3 ഘടകം. രണ്ടാമത്തെ സംഖ്യ ഒരു മൂന്നാം കൃതിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 64ന്റെ ക്യൂബ് റൂട്ട് ആണ് 4. മൂന്നാമത്തെ സംഖ്യയുടെ വർഗത്തിന്റെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റയാണ് എന്ന് പറഞ്ഞാല് എപ്പോഴും ഈ പറഞ്ഞ സ്ക്വയർ നമ്പേഴ്സിന്റെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായിരിക്കും. ഇപ്പൊ 1, 5, 25 ഒറ്റ സംഖ്യയാണ്. 16 നിങ്ങൾ ചെയ്ത് നോക്കൂ, 5 ഘടകങ്ങളാണ്, ഒറ്റ സംഖ്യയാണ്, 5 ഒറ്റ സംഖ്യ. അപ്പം ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായിരിക്കും എപ്പോഴും ഒരു പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഇത് പെർഫെക്റ്റ് സ്ക്വയർ, അപ്പൊ ഈ പെർഫെക്റ്റ് സ്ക്വയർ ആ രീതിയിലേക്ക് ചോദ്യം മാറ്റിയാൽ മതി. ഇനി അല്ലാതെ അതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഇഷാജിത്തെ മനസ്സിലായോ? അത് ഒന്നുകിൽ കുട്ടികളെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞതിലുള്ള പിശകായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് അങ്ങനെ തന്നെ. അതിൽ ചില തെറ്റുകളൊക്കെ ഉണ്ടാവുക ചോദ്യത്തിൽ, അതൊന്ന് മനസ്സിലാക്കിയത്. കാരണം കുട്ടികൾ അവിടെ നിന്ന് നേരിട്ട് കിട്ടിയ ക്വസ്റ്റ്യൻ അല്ല, അത് തിരിച്ചറിയണം നിങ്ങൾ. അതിന്റെ മോഡലാണ് ഞാൻ തന്നത് എന്ന് മാത്രം. ശരി, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും പറയാം. ക്ലാസ്സിൽ ഇനിയുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ക്ലാസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ കൊടുത്ത 1 മുതൽ 30 വരെയുള്ള കാര്യങ്ങൾ കാണുക. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്തു തരാം. ആ ചോദ്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.